ഞാനിതിനകത്ത് വന്നത് സ്റ്റോക്ക് മാർക്കറ്റിന് ഈ 1000 ഉണ്ടാക്കാൻ ലക്ഷങ്ങൾ ഇപ്പം ആൾക്കാർ ട്രേഡിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും അറിയാം. ഒന്നുമില്ലെങ്കിൽ ട്രേഡിങ് തട്ടിപ്പാണ്, സ്റ്റോക്ക് മാർക്കറ്റ് ഉടായ്പാണെന്നൊക്കെ പറഞ്ഞിട്ടെങ്കിലും വരും. നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നു അതിൻ്റെ ഒരു സാധനമായിരിക്കും നമുക്ക് കിട്ടുന്നത്. മറ്റേ ഇതിൽ പറയുന്ന പോലെ മുല്ലപ്പൂമ്പൊടി ഏറ്റി കിടക്കും ആ ഒരു സാധനം ഉണ്ടല്ലോ, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് എനിക്ക് തെറ്റുന്നത്, എന്തുകൊണ്ടാണ് ലോസ് വരുന്നത്, ശരിക്കും ഇതാണോ ട്രേഡിങ്, എന്താണ് ട്രേഡിങ് എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. ഈ 500 രൂപയിൽ നിന്ന് 50 ലക്ഷം പ്രോഫിറ്റിൻ്റെ കഥ പറയുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും തമ്മിൽ ചിലപ്പോൾ അത് കണ്ടിട്ടായിരിക്കും കാണാൻ കയറിയത്. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 500 രൂപയിൽ നിന്ന് 25 ലക്ഷത്തിൽ കൂടുതൽ ലോസ് വരുത്തിയൊരു കഥയാണ്. അപ്പം സത്യം പറഞ്ഞാൽ അതിനെ പറ്റിയിട്ടാണ് എനിക്ക് മെയിനായിട്ട് സംസാരിക്കാനുള്ളത്. അതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. കാരണം ബാക്കിയെല്ലാം അത് കഴിഞ്ഞിട്ട് വരുന്നതാണ്, പ്രോഫിറ്റ് ആണെങ്കിലും ലക്ഷങ്ങളുടെ കണക്കാണെങ്കിലും എല്ലാം. അപ്പം ആദ്യത്തെ കാര്യങ്ങൾ, ഇപ്പം നിങ്ങളിൽ പലരും ഈ പറഞ്ഞ പോലെ ലക്ഷങ്ങൾ വെച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തിയവരോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങുന്ന ഒരാളോ ആയിരിക്കില്ല. അപ്പം ബേസിക്കലി നിങ്ങളുടെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉള്ള പൈസ കൊണ്ട് തുടങ്ങണം. പയ്യെ ആണെങ്കിലും നിങ്ങൾക്ക് ചെറിയ ചെറിയ എമൗണ്ടുകൾ ഉണ്ടാക്കണം. 500 രൂപ, 1000 രൂപ, 2000 രൂപ എന്നൊക്കെ ഇപ്പോൾ പറയും. പക്ഷെ ഇതൊക്കെ ആയി തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 10,000 ഉണ്ടാക്കണം, 20,000 ഉണ്ടാക്കണം, 1 ലക്ഷം ഉണ്ടാക്കണം, പിന്നെ ഫോൺ എടുക്കണം, വാച്ച് എടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇതേപോലൊരു ജേണി തന്നെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പം ഇതിനകത്തുള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ, ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഫസ്റ്റ് ട്രേഡ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഞാനിത് പലരും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ പോലും ഒരു 500 രൂപയാണ് ഞാൻ ആദ്യമായിട്ട് ട്രേഡിങ് ക്യാപിറ്റൽ. അപ്പം അതും ഈ പറയുന്ന പോലെ നമ്മൾ കൂലിയില്ല ഒന്നും ഇല്ലാതിരുന്നു, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വെറുതെ ഇരിക്കുന്നു. ഞാൻ സമയത്ത് ജിം ട്രെയിനറായിട്ട് വർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് വിട്ട സമയത്താണ് ട്രേഡിങ്ങിലോട്ട് വരുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ, ഈ 500 രൂപയെന്നാണ് എന്നിട്ട് ഫസ്റ്റ് ട്രേഡിങ് തുടങ്ങുന്നത്. അപ്പം ഈ ട്രേഡിങ് തുടങ്ങിയപ്പോൾ എനിക്കൊന്നും അറിയില്ല. എൻ്റെ ഒരു സീനിയർ ഉണ്ട്, ആളുടെ കൂടെ നിന്നാണ് ഞാൻ ചെയ്തത്. അപ്പം പുള്ളി ഈ പറയുന്ന പോലെ നമ്മൾ 500 രൂപ ഇടുന്നു, 1000 രൂപ ഇടുന്നു, 2000 ഇടുന്നു, 5000 ഇടുന്നു. അപ്പം പുള്ളിയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 10,000 രൂപ, 20,000 രൂപ, ഒരു ദിവസം 50,000 രൂപയൊക്കെ. നമ്മൾ 5,000 രൂപ ക്യാപിറ്റൽ ഇട്ട് ചെയ്യുന്ന സമയത്താണ്, എന്ന് വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. പുള്ളി 50,000 രൂപ പ്രോഫിറ്റാണ് കാണിക്കുന്നത്. മനസ്സിലായോ? ഇപ്പം നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പീപ്പിൾ ഹൂ വി സറൗണ്ട് വിത്ത് എന്ന് പറഞ്ഞൊരു കാര്യം. നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നു അതിൻ്റെ ഒരു സാധനമായിരിക്കും നമുക്ക് കിട്ടുന്നത്. മറ്റേ ഇതിൽ പറയുന്ന പോലെ മുല്ലപ്പൂമ്പൊടി ഏറ്റി കിടക്കും ആ ഒരു സാധനം ഉണ്ടല്ലോ, അതുപോലെ തന്നെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനാണ് 5,000 രൂപ ക്യാപിറ്റലും കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആൾ 50,000 ഒക്കെ പ്രോഫിറ്റ് കാണിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ കളി പോകും. ഞാനിതിനകത്ത് വന്നത് സ്റ്റോക്ക് മാർക്കറ്റിന് ഈ 1000 ഉണ്ടാക്കാൻ ലക്ഷങ്ങൾ ഇപ്പം ആൾക്കാർ ട്രേഡിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും അറിയാം. ഒന്നുമില്ലെങ്കിൽ ട്രേഡിങ് തട്ടിപ്പാണ്, സ്റ്റോക്ക് മാർക്കറ്റ് ഉടായ്പാണെന്നൊക്കെ പറഞ്ഞിട്ടെങ്കിലും വരും. ഇത് എനിക്ക് ആ സമയത്ത് ഒന്നും അറിയില്ല. എനിക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത്, അത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, സ്കൂളിൽ പഠിച്ച സമയത്ത് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ട്രേഡിങ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അതും ഏതാ ട്രേഡിങ് എനിക്കൊന്നും അറിഞ്ഞൂടാ, പുള്ളി ചെയ്യുന്ന ട്രേഡിങ് ആണെന്ന് എനിക്കറിയാം. അതിൻ്റെ സംഭവം, പുള്ളിക്ക് പല സ്റ്റേറ്റുകളിൽ ഗേൾഫ്രണ്ട്സാണ്. അപ്പോൾ പുള്ളി ഇന്ന് രാവിലെ നമ്മളോട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്നുമായിട്ട് നമ്മളോട് നിൽക്കുന്നെങ്കിൽ പുള്ളി വൈകിട്ട് നമ്മൾ വിളിക്കുമ്പോഴത്തേക്കും മുംബൈയിലോ ബാംഗ്ലൂരോ ഒക്കെ ആയിരിക്കും. എന്നിട്ട് അടുത്ത ദിവസം പിന്നെ തിരിച്ചു വരും. പക്ഷേ ഈ പുള്ളി പറയുന്ന സാധനം എന്ന് വെച്ചാൽ, നമ്മളന്നീ മനസ്സിലായി ഒരു ബൈക്കോ സ്കൂട്ടറോ പോലും ഇല്ലാതെ നടക്കുന്ന കാര്യം. മറ്റേ 100 രൂപ ഇട്ടേ ലോട്ടറി ബിരിയാണി കഴിക്കാം, ആ ഒരു കാലഘട്ടമാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താ, പുള്ളിക്കാരൻ ഫ്ലൈറ്റ് പിടിച്ച് ബാംഗ്ലൂർ വന്ന് മുംബൈ പോകുന്ന പുള്ളിക്കാരൻ്റെ ഗേൾഫ്രണ്ട്സിനെ കണ്ടിട്ട് വരുന്നു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അന്വേഷിക്കും, ഇതെന്ത് പുള്ളിയുടെ പണി, പുള്ളിക്ക് എവിടെ നിന്ന് ഇത്തരം കാശ്, ഈ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ട്രേഡിങ് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഓക്കെ, പുള്ളി ട്രേഡ് ചെയ്യുന്നുണ്ട്, ഓക്കെ, ട്രേഡിങ് അടിപൊളി. പിന്നാണ് ഈ സീനിയറിലേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ട്രേഡിങ്ങിൻ്റെ സാധനം കണക്ട് ആയത്. കാരണം ജിം ട്രെയിനറായിട്ട് ശമ്പളവും ഇല്ല, കാശുമില്ല, ഒന്നുമില്ല, ഫുഡ് കഴിക്കാൻ മുട്ടയും ചിക്കനുള്ള കാശ് കൂടി ഇല്ലാത്ത അവസ്ഥ. അങ്ങനെ ആണ് ഞാൻ ട്രേഡിങ്ങിലോട്ട് എത്തുന്നത്. അപ്പോൾ ഇതേ ഉള്ളൂ എനിക്ക് ആകെ ട്രേഡിങ്ങിനെ പറ്റി അറിയാവുന്ന കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് പുള്ളിയുടെ പ്രോഫിറ്റാണ്. അപ്പം എന്നാൽ എനിക്കും വേണം. അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് പണ്ടുണ്ട്, ഓക്കെ, അവർക്ക് പറ്റുന്നുണ്ട്, എനിക്കും പറ്റും, എന്നാൽ എനിക്കും വേണം. അങ്ങനെ ഞാൻ ഫണ്ട് അറേഞ്ച് ചെയ്തു. ഈ ഫണ്ട് അറേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ, എനിക്ക് അന്നറിയാവുന്നത് മൂവിങ് ആവറേജും സൂപ്പർ ട്രെൻഡും, ഈ 2 സാധനങ്ങൾ എനിക്കറിയുള്ളൂ. ഞാൻ എന്നിട്ട് ക്യാപിറ്റലൊക്കെ എടുത്ത് 50,000 ഒക്കെ ക്യാപിറ്റലൊക്കെ എടുത്തിട്ടു. അങ്ങനെ ട്രേഡ് ചെയ്ത് തുടങ്ങി. പിന്നെ ഇക്വിറ്റിയിലാണെന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വേറൊരു തന്നെയും കൂടെ ഞാൻ പരിചയപ്പെട്ടു. അപ്പം എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ അന്ന് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവനിപ്പം ഏതോ ബാങ്കിൽ മാനേജറായിട്ടോ എന്തോ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ അവനോട് തുടങ്ങി ആദ്യത്തെ 10,000 രൂപ. ആ കോഫി ഉണ്ട്, താങ്ക് യു. അപ്പോൾ നമ്മളിവിടെ
ഞാനും 50,000 രൂപ ഇട്ടു. അപ്പം മൂവിങ് ആവറേജ് സൂപ്പർ ട്രെൻഡ് മാത്രമേ എനിക്ക് അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. അന്ന് വേറെ എടുത്തന്നെ ബാങ്ക് മാനേജർ കൂട്ടുകാർ. അപ്പം അങ്ങനെ ഞങ്ങൾ ചെയ്തു തുടങ്ങി. ആദ്യത്തെ ഒരു 10,000 രൂപ ഇട്ട് ഫസ്റ്റ് 10,000 രൂപ ലോസ് വന്ന ദിവസം അവൻ ട്രേഡിങ് നിർത്തി. ഞാനിനി ഇതിനില്ലളിയാന്ന് പറഞ്ഞിട്ട് അവൻ്റെ പാട്ടിന് പോയി. പിന്നെ ഞാനാണ് ഇരുന്ന് ചെയ്തത്. അങ്ങനെ ഞാൻ കിട്ടിയതില്ല. 10,000 ഇട്ടു, 20,000 ഇട്ടു, പലതും കാശ് പോയി. അങ്ങനെ 50,000 ഇട്ടു. അപ്പം വേറൊരാളുമായിട്ട് കമ്പനി ട്രേഡിങ് തന്നെ ഉള്ളവർ തന്നെ കണ്ടു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായി ട്രേഡിംഗ് എല്ലാം. അപ്പം അങ്ങനെ ഇരുന്നപ്പം ലോസ് മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ പൈസയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ റോൾ ചെയ്ത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നോക്കാൻ മേടിച്ചിട്ടാണ് ഇത്രയും പൈസ തന്നെ ഇട്ടത്. അങ്ങനെ ടിപ്പ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അതാ ഈ ടെലിഗ്രാം ചാനലിൽ പല ചാനൽസും ഉണ്ട്. അവർക്ക് 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ടിപ്പ് പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞു. അല്ല, ഇവൻ ടിപ്പ് പറയുന്നതിന് മുന്നേ ഇവൻ പറഞ്ഞത് ഇവൻ ട്രേഡ് ചെയ്ത് തരാം. ഇവന് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റലൊക്കെ ഉണ്ടായിരുന്നു, പ്രോഫിറ്റൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ സംഭവം എല്ലാം വ്യക്തമായിട്ട് കേൾക്കണം. ഞാൻ പ്രോഫിറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഈ ക്യാപിറ്റലോ ലോസുകളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞാൽ ശരിയല്ല, എന്നാൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് കൊടുത്ത് ട്രേഡ് ചെയ്ത് ഇവൻ പ്രോഫിറ്റ് ഉണ്ടാക്കണം. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇവൻ എങ്ങനെയാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് വളരെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പൊക്കെ എന്നെ കാണിച്ചു തന്നു. അതിലൊക്കെ ആഡാക്കി അവർ ടിപ്പ് തരും. ഇന്നത് ബൈ, ഇത്ര ഇതിൽ ബൈ, 10 രൂപ മേടിക്കുക, 15 രൂപ വിൽക്കുക, 5 രൂപ സ്റ്റോപ്പ് ലോസ്. ഇതാണ് അവർ ചെയ്യുന്ന ഒരു കാര്യം. അങ്ങനെ ആദ്യം ചെയ്ത് നോക്കിയപ്പം ഭയങ്കരമായിട്ടുള്ള ലാഭം. കാരണം 1000 രൂപ പോലും ലാഭം കാണാതെ ഞാൻ 10,000 രൂപ കണ്ടു തുടങ്ങി. പിന്നെ അങ്ങനെ ലാഭം കണ്ടു. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ നീ തന്നെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ 50,000 80,000 എന്തോ ഉള്ളൊരു അക്കൗണ്ടാണെന്ന് തോന്നുന്നു. ഈ ഒറ്റ ദിവസം കൊണ്ട് അത് വാനിഷാക്കി കളഞ്ഞ്. അപ്പം അന്നാണ് പിന്നെയും അടുത്ത റിയാലിറ്റി നമുക്ക് വരുന്നത്. കാരണം ഒന്നാമത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നും പഠിക്കാതെ കാശിട്ടു, EMI സൂപ്പർ ട്രെൻഡും വെച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ടിപ്പ് പ്രൊവൈഡേഴ്സിൻ്റെ കൊണ്ടിട്ട് കുറേ കാശിട്ടു. എന്നിട്ട് നിർത്തിയില്ല, ഞാൻ തോറ്റു കൊടുത്തില്ല. കുറേ ലക്ഷങ്ങൾ തന്നെ ഇട്ടു. ലക്ഷങ്ങളിട്ട് കുറച്ചധികം പൈസ പോയി. പിന്നെയും ഇതേ കാര്യത്തിൽ തന്നെ ട്രേഡ് ചെയ്ത് പോയി. പിന്നെയും ലക്ഷങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ മെയിൻ താരം ഓപ്ഷൻസിൽ കൈവച്ചു. അതും ഈ പറഞ്ഞ പോലെ ഒന്നും പഠിച്ചിട്ടില്ല. ചെറിയ ക്യാപിറ്റലിൽ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാം, ലക്ഷങ്ങൾ ഉണ്ടാക്കാം. ഹീറോ ഓർ സീറോ ആ ഗെയിമാണല്ലോ. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഓപ്ഷനിലോട്ട് തുടങ്ങിയ പിന്നെ ലോസുകൾ എന്ന് പറഞ്ഞാൽ വളരെയധികം അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ലോസുകളിലോട്ട് പോയി. കാരണം നമുക്കറിയില്ലല്ലോ, ഒന്നും അറിയില്ല. റിസ്ക് മാനേജ്മെൻറ്റ് അറിയില്ല, ക്യാപിറ്റൽ സേഫ് ആക്കാൻ അറിയില്ല, ലോസ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ അറിയില്ല, ഒന്നും അറിയില്ല. ഇങ്ങനെയാണ് ഓപ്ഷനിൽ ചെന്ന് കയറുന്നത്. അങ്ങനെ കുറേ ചെയ്തു ഞാൻ. അപ്പം നമ്മുടെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ കാശില്ല. അവിടുന്ന് അവിടുന്ന് റോളിങ്. അപ്പം നമ്മൾ നേരെ വിളിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറയാം, അല്ലയാ 1 ലക്ഷം രൂപ എന്നാൽ മാസം 10,000 രൂപ വെച്ച് തരാം. അപ്പോൾ ഇവരൊക്കെ ചില ഫ്രണ്ട്സൊക്കെ ഈ കല്യാണം കഴിച്ചിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ചിലവിന് കാശില്ല. അപ്പോൾ പിന്നെ സ്വർണ്ണമൊക്കെ പണം വെച്ച് നമുക്ക് കാശ് തരും. കാരണം 1 ലക്ഷം രൂപയ്ക്ക് 10,000 രൂപ വെച്ച് കിട്ടുമല്ലോ, അവർക്ക് കുടുംബം നടന്നു പോകത്തില്ലേ. അപ്പോൾ അങ്ങനെ കുറേ ഫണ്ടെടുക്കുന്നു, ലോസായി പോകുന്നു, അടുത്തടുത്തുനിന്ന് ഫണ്ടെടുക്കുന്നു, ഇവരുടെ പ്രോഫിറ്റ് കൊടുക്കുന്നു, ഇങ്ങനെ തന്നെ. അപ്പം ഇതേ റോളിങ് കുറേ നാളായിട്ടും ഇതിനൊന്നും ഒരു മാറ്റമില്ല. അപ്പം ഇങ്ങനെ ലോസ് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ പൈസയ്ക്ക് വേണ്ടി മാത്രമായി ട്രേഡ് ചെയ്യുന്നത്. ഈ 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ ഇങ്ങനെ ലോസാണ്. അപ്പം ഓരോ ട്രേഡിലും 1 ലക്ഷം പിടിക്കണം, 2 ലക്ഷം പിടിക്കണം, 3 ലക്ഷം പിടിക്കണം, ഇങ്ങനെ ട്രേഡ് ചെയ്ത് പോകുന്നത്. അപ്പം അങ്ങനെ ഒരു പോയിന്റിൽ മൊത്തത്തിൽ ലോസായി. ഒരു പോയിന്റിൽ എനിക്ക് ട്രേഡിങ് നിർത്തേണ്ടി വന്നു. കാരണം അതുപോലെ ലോസും കാര്യങ്ങളുമായി. അപ്പം അങ്ങനെ വന്ന ഒരു സമയത്താണ് ഈ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് തെറ്റുന്നത്, എന്തുകൊണ്ടാണ് ലോസ് വരുന്നത്, ശരിക്കും ഇതാണോ ട്രേഡിങ്, എന്താണ് ട്രേഡിങ് എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. ഇതാണ് 500 രൂപയിൽ നിന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കിയ കഥ. 25 ലക്ഷം കഴിഞ്ഞ കഥ തീർന്നിട്ടുണ്ട്. ഇനിയും ഉണ്ടാക്കിയ കഥയിലെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ മാത്രമേ വരുത്തിയുള്ളൂ. പക്ഷേ ആ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയപ്പോൾ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു സാമ്പത്തികപരമായിട്ട്. അതായത് പണ്ട് നമ്മൾ കാശ് ഉണ്ടാക്കാൻ നോക്കിയതിന് പകരം ഞാൻ പിന്നെ കാശ് കളയാതിരിക്കാൻ നോക്കി. എന്ന് വെച്ചാൽ എൻ്റെ ക്യാപിറ്റൽ സേഫ് ആക്കണം എന്നുള്ളതായി ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സേഫ് ആക്കുക. സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം അതുവരെ എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞൊരു കാര്യത്തെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. പിന്നെ പഠിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു തുടങ്ങി. പ്രൈസ് ആക്ഷൻ എന്താണെന്ന് പഠിച്ചു, പ്രൈസ് മൂവ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു, ചാർട്ട്സ് എങ്ങനെ റീഡ് ചെയ്യണം, ചാർട്ട്സ് എന്താണ് കാണിക്കുന്നത്, ഒരു ബയ്യർ സെല്ലർ സെൻറ്റിമെൻറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 100 കണക്കിന് സ്ട്രാറ്റജി ഒന്നും വേണ്ട.
നമുക്ക് ശരിക്കും എന്താണ് മാർക്കറ്റിൽ വർക്കൗട്ട് ആവുന്നത്, എനിക്ക് വർക്കൗട്ട് ആവുന്ന കാര്യം എന്താണെന്ന് ഞാൻ പഠിച്ചു. റിസ്ക് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് ഞാൻ പഠിച്ചു. റിസ്ക് മാനേജ്മെൻറ്റിൽ തന്നെ ട്രേഡിംഗ് സൈക്കോളജി ഞാൻ പഠിച്ചു. ട്രേഡിംഗ് സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കണമെന്ന് പഠിച്ചു. അല്ലെങ്കിൽ ഈ സിസ്റ്റം എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഒരു ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്നുണ്ടല്ല, ആ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നിടത്താണ് ശരിക്കും നമ്മുടെ സൈക്കോളജി അത് വർക്കൗട്ട് ആവുന്നത്. സോ ഇതിലെല്ലാമാണ് ഞാൻ പിന്നീട് ഫോക്കസ് ചെയ്തത്. കാരണം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇപ്പോൾ ഉള്ളവർക്ക് പിന്നെയും കുറച്ചൊരു ധാരണയുണ്ട് മാർക്കറ്റ് ഇതാണ് ഇങ്ങനെയാണെന്നൊക്കെ, അതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷേ പണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ഇതില്ല. പക്ഷേ ഇപ്പോഴും ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ റിസ്ക് എടുക്കുന്നുണ്ട്, വെറുതെ പൈസ കളയുന്നുണ്ട്, ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ ഈ 500 രൂപയാണല്ലോ 5000 രൂപയാണല്ലോ നിങ്ങൾക്ക് 5 ലക്ഷം 50 ലക്ഷം ആക്കണമെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്, വളരെ ചെറുതാണ്. നിങ്ങൾ ആദ്യം പഠിക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് പഠിക്കുക. വളരെ ചെറിയ എമൗണ്ടിൽ തുടങ്ങുക. ഒരിക്കലും വലിയ എമൗണ്ട് ഇട്ട് ബാധ്യതയൊക്കെ വലിച്ചു വെച്ച് പിന്നെ ആകെ ഭ്രാന്തായി ലോൺ എടുത്ത് അവിടെ നിന്ന് എടുത്ത് ഇവിടെ നിന്ന് എടുത്ത് അവിടെ നിന്ന് വിളിച്ച് മനസമാധാനം പോകും. അപ്പോൾ ആ ഒരു ലെവലിൽ പോകാതിരിക്കുക. നിങ്ങൾ ആദ്യം ട്രേഡിങ് എന്താണെന്ന് പഠിക്കുക. നിങ്ങൾ ഒരു അനാലിസിസ് പ്രോപ്പറാക്കാൻ നോക്കുക. പിന്നെ റിസ്ക് മാനേജ് ചെയ്യാൻ പഠിക്കുക. നിങ്ങളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. ഒരുപാട് പ്രോഫിറ്റിൻ്റെ പുറകെ പോകാതിരിക്കുക. റിസ്ക് മാനേജ്മെൻറ്റ്, നിങ്ങളുടെ സൈക്കോളജി, ഈ വക കാര്യങ്ങളെല്ലാം ശരിയാക്കാൻ നോക്കുക. നിങ്ങൾ 1000ങ്ങളും 10000ങ്ങളും ലക്ഷങ്ങളും 10 ലക്ഷങ്ങളും എല്ലാം നിങ്ങളുണ്ടാക്കും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ അടുത്ത വീഡിയോകളിൽ കാണാം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് ലോങ് ഫോം കണ്ടൻസ് ആയിട്ട് ഇനി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പറ്റുന്ന പോലെയൊക്കെ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി അറിയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേഡിങ്ങിനെ പറ്റിയിട്ടോ അതിൻ്റെ ഇൻസൈറ്റ്സിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ബൈ, ടേക്ക് കെയർ, പീസ്.